ഉള്ള അവകാശം ഈശോ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും പിശാച് ബാധയായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ഒരു 80% മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബൈപോളാർ ഡിസോർഡറുകളായിട്ട്, ഡ്യുവൽ പേഴ്സണാലിറ്റികളായിട്ട് ഒക്കെയും വരുന്ന പല പ്രശ്നങ്ങളും പലരും പിശാച് ബാധയായിട്ട് പറയും. അത് യഥാർത്ഥത്തിൽ പിശാച് ബാധയല്ല, അത് മനോരോഗങ്ങളാണ്. അതുകൊണ്ട് ഈ പിശാച് ബാധ ഒഴിപ്പിക്കൽ, അതിന് എക്സോർസിസം എന്നാണ് പറയുക, അതും ഒരു കൂദാശ അനുകരണമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പിശാചുക്കളെ മനുഷ്യരിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട് അല്ലേ? സാത്താനെ നീ പുറത്തു പോവുക എന്ന് ഈശോ പിശാച് ബാധിതനോട് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പിശാചവനെ നിലത്ത് തള്ളിയിട്ടേച്ചിട്ട് അവനെ വിട്ടുപോയി എന്ന് ബൈബിളിൽ പറയും. അതേ കാര്യം തന്നെയാണ് സഭയും ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ പിശാചിന്റെ പ്രവൃത്തികൾ സജീവമാണ് എങ്കിൽ ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുക, അതാണ് സഭ ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ട് സഭയിലെ പിശാച് ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് മറ്റ് ഭൗതികമായ പ്രകടനപരതയിൽ ഊന്നിയുള്ളതല്ല. വലിയ താടിയും മുടിയും നീട്ടിയും അതുപോലെ പ്രത്യേക വേഷഭൂഷാദികൾ കാണിച്ചും വലിയ തീപ്പന്ത് എറിഞ്ഞും പൊടിവെതറിയും അങ്ങനെ കാറിക്കൂവിയും തല്ലും ബഹളം ഉണ്ടാക്കിയും ഒന്നും ചെയ്യുന്നല്ലത്. സഭ അത് ചെയ്യുന്നത് ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ സാത്താനെ നീ പുറത്തു പോകും. ഈശോയാണ് അത് അവനെ പുറത്താക്കുന്നത്. അതുകൊണ്ട് ഈ കർമ്മം ചെയ്യുന്ന ആൾ